കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. പ്രിയ നിറഞ്ഞവരെ, തോബീത്ത് തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന 9ാമത്തെ നിർദ്ദേശം, കൽപ്പന, ചിട്ടയായ ജീവിതം നയിക്കണമെന്നുള്ളതാണ്. തോബീത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ, 14-15 വാക്യങ്ങളിൽ ചിട്ടയായ ജീവിതം എപ്രകാരമാണ് നമ്മൾ ക്രമപ്പെടുത്തേണ്ടതെന്ന് വളരെ വ്യക്തമായി തോബീത്ത് തൻ്റെ മകൻ തോബിയാസിനോട് പറയുന്നുണ്ട്. അതിൽ 1ാമത്തെ കാര്യം എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക എന്നുള്ളതാണ്. ചിട്ടയായ ജീവിതത്തിൻ്റെ 1ാമത്തെ കാര്യം എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക. നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നിടത്ത് പലപ്പോഴും പലതരത്തിലുള്ള തിന്മകളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിലേക്ക് കയറി വരുന്നു. അപ്പോൾ ശ്രദ്ധാപൂർവം നമ്മുടെ ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ചിട്ടയായൊരു ജീവിതത്തിന് അത് സഹായിക്കുന്നു. അത് കുടുംബവും ജീവിതവും അനുഗ്രഹമാകുവാനായിട്ട് സഹായിക്കുന്നു. 2ാമത്തെ കാര്യം, ചിട്ടയായ ജീവിതത്തിനായിട്ട് തോബീത്ത് പറയുന്നത്, നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത്. നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നീ മറ്റുള്ളവരോടും നീ ചെയ്യരുത്. ഈശോ തൻ്റെ സുവർണ നിയമമായി പറയുന്ന കൽപ്പന പോലും ഇതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈശോ സുവർണ നിയമമായി പറയുന്ന കൽപ്പന, 7-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കും: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇനി അപരനോട് അഹിതമായി, നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് വേർഷനാണ് ഈശോയുടെ ഈ സുവർണ നിയമം. പ്രിയ നിറഞ്ഞവരെ, മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് അതുപോലെ അപരനം ചെയ്യുന്നിടത്ത് ഒരു ചിട്ടയായ ജീവിതം നയിക്കുന്ന മക്കളായി നമ്മൾ മാറുകയാണ്. വീണ്ടും തോബീത്ത് തൻ്റെ മകൻ തോബിയാസിന് ചിട്ടയായ ജീവിതം നയിക്കാൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ അടുത്തത്, ഉന്മത്തത ശീലമാക്കരുത്. ജീവിതത്തിൽ നിന്നും ദുശീലങ്ങളെ അകറ്റി നിർത്തുക. മദ്യം, മയക്കുമരുന്ന്, പകവലി പോലെയുള്ള എല്ലാ ദുശീലങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുക എന്നുള്ളത് ചിട്ടയായ ജീവിതത്തിൻ്റെ ലക്ഷണമാണെന്ന് വളരെ വ്യക്തമായി തോബീത്ത് തൻ്റെ മകൻ തോബിയാസിനോട് പറയുകയാണ്. നിൻ്റെ ജീവിതവും കുടുംബവും അനുഗ്രഹീതമാകുവാൻ, ദുശീലങ്ങളിൽ നിന്ന് ഒഴിവാകുവാൻ നിർദ്ദേശം കൊടുക്കുന്നു. വീണ്ടും ചിട്ടയായ ജീവിതത്തിനായിട്ട് തോബീത്ത് മകനോട് പറയുകയാണ്, നിനക്കുള്ളത് ദാനം ചെയ്യുവാൻ നീ മടിക്കരുത് എന്ന് വ്യക്തമായി തോബീത്ത് നിർദ്ദേശം കൊടുക്കുന്നു. നിനക്കുള്ളത് ദാനം ചെയ്യുവാൻ നീ മടിക്കരുത്. ദൈവം നിനക്ക് നൽകിയിട്ടുള്ളത് ദാനം ചെയ്ത്, നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് ദാനമായി സ്വീകരിച്ചവരാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. ഈശോ 72 ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ, സുവിശേഷ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറയുന്ന ഏറ്റവും ആദ്യത്തെ കൽപ്പന പോലെ അതാണ്, നിനക്ക് ദാനമായി ലഭിച്ചത് നീ ദാനമായി തന്നെ കൊടുക്കുവിനെന്ന്. പ്രിയ നിറഞ്ഞവരെ, ഇങ്ങനെ ഒരു ചിട്ടയായ ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ കുടുംബം അനുഗ്രഹമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദിവികാൻ ഈശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചിട്ടയായ ജീവിതക്രമം തോബിയാസിന് പറഞ്ഞ ആ ക്രമത്തിലെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹമാകുവാനായിട്ട് നീ കൃപ ചെയ്യണമേ. ആമേൻ. ഈശോയെ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹനാഥനായ തമ്പുരാനെ, തോബീത്ത് തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന കൽപ്പനകളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തന്നെ അനുഗ്രഹമായി തീരുവാൻ, കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും അങ്ങ് നൽകിയാൽ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ഓർമ്മകളുയർന്നു, വേദനയുണർന്നു, ഗാഗുൽത്തായുടെ വീഥികളിൽ. ഓർമ്മകളുയർന്നു, വേദനയുണർന്നു, ഗാഗുൽത്തായുടെ വീഥികളിൽ. നാഥന്റെ വരവുണർത്തും ദുഃഖവും പേറി വഴിക്കണ്ണുമായി ഞാൻ നിന്നു.
ഓർമ്മകളുയർന്നു, വേദനയുണർന്നു ഗാഗുൽത്തായുടെ വീഥികളിൽ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.